നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ? ഒരുപാട് പേര് അടിപൊളി പ്ലേസ് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടത് കണ്ടിട്ടുള്ള പോക്കാണ്. അതെ, പീക്കോക്ക് പാർക്കിലേക്ക് തന്നെയാണ്. ഒരുപാട് മൈലുകൾ തൊട്ടടുത്ത് കാണാമെന്ന് പറഞ്ഞപ്പോൾ പോയതാണ്. പക്ഷെ അവർ പറഞ്ഞ പോലെ ഒന്നും എനിക്ക് എക്സിറ്റ് ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ എമിറേറ്റ്സ് ടവേഴ്സ് ഇറങ്ങിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബേക്കിലേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു. കുറേ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മയിലിനെ കാണാൻ പറ്റി. അപ്പം ഞാൻ വഴി തെറ്റിയില്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നപ്പോൾ ഒരു ലോഡ് മയിലുകൾ, ആൺമയിലും പെൺമയിലൊക്കെ ആയിട്ട് ഒരു ലോഡ് മയിലുകൾ. ഇവർക്കൊന്നും നമ്മളെ പേടി പോലുമില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ ചെന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരും. എത്ര നേരം വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും പലരും പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അവിടെ ഫീഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷേ ഒരിക്കലും നമ്മൾ ഫീഡ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ പാടില്ല, അത് പനിഷബിൾ ആണ് എന്ന് ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ ചെയ്തപ്പോൾ മത്തങ്ങ ഇഷ്ടത്തിൽ കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫീഡ് ചെയ്യാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ കാണുക, സന്തോഷിക്കുക, അതിൻ്റെ വീഡിയോസ് എടുക്കുക, അതായിരുന്നു ലക്ഷ്യം. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നുണ്ട് അവരുടെ മെയിൻ താവളം. ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാ മയിലുകളും ഇവിടേക്ക് വന്നിട്ട് ഈ മരത്തിൻ്റെ മേലേക്ക് ഓരോരുത്തരായിട്ട് പറന്ന് കയറുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് ആ പറന്ന് കയറുന്നത് കാണാൻ തന്നെ. ചിറകടിച്ച് ആൺമയിൽ പറന്ന് കയറുന്നത് കാണാൻ കുറേ നേരം നിന്നായിരുന്നു. ഇത് കുറച്ച് നൈറ്റ് വ്യൂസ് ആണ്. മരത്തിലേക്ക് നല്ലപോലെ ലൈറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ രാത്രി ഇത് കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. ഇവിടെ മയിൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് മുയലുകളുണ്ട്, പ്രാവുകളുണ്ട്. അങ്ങനെ എല്ലാവർക്കുള്ള ഫുഡും വെള്ളമൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട് അവർ വളർത്തുന്ന ആളുകൾ കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ നോക്കുന്ന ആളുകൾ അവർക്കുള്ള ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ട ചിപ്സ് കൊണ്ടുവന്നവരെ വയറ് ചീത്താക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ ഇവരെ കാണണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലൊക്കേഷൻ കൊടുത്തേക്കാം കേട്ടോ.